ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പി, അതിൻ്റെ 83-ാമത്തെ സെഷനാണ്. പക്ഷേ ഇന്നത്തെ സ്റ്റോറി തെറാപ്പി സ്വല്പം വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ സ്റ്റോറി തെറാപ്പി കാഴ്ചകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അജന്ത എല്ലോറ ഗുഹകൾ, ആ ഗുഹകളുടെ കഥ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ കാണിക്കുന്നത് വേണുഗോപാൽ സാറാണ്. സാർ പറയുകയും അതോടൊപ്പം ചിത്രങ്ങളിലൂടെ നമ്മളത് കേൾക്കുകയും കൂടെ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റോറി തെറാപ്പിയുടെ സെഷനാണിന്ന്. സോ നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ യാത്രയിൽ പൂർണ്ണമായിട്ടും പങ്കെടുത്ത വേണുഗോപാൽ സാറിൻ്റെ ഓർമ്മയിൽ നിന്ന് ചിത്രങ്ങളുടെ സഹായത്തിലൂടെ അജന്ത എല്ലോറ ഗുഹകളിലൂടെ നമ്മളെയും കൊണ്ടുപോവുകയാണ്. So, Venugopal sir, you are welcome. ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു യാത്രാവിവരണം ആരംഭിക്കുകയാണ്. യാത്രകൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ഒരുപാട് യാത്രകൾ ചെയ്തവർ എൻ്റെ ഈ സെഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് അതിയായി താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അവസരങ്ങൾ വളരെ പരിമിതമായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്കിലും യാത്രകൾ പോകുന്ന അവസരത്തിൽ കണ്ട കാഴ്ചകൾ, എന്തൊക്കെ കണ്ടതിൻ്റെ അനുഭവങ്ങൾ, ഇതുള്ള കാര്യങ്ങളൊക്കെ ചെറുതായ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു അങ്ങനെയൊരു മനസ്സെനിക്കുണ്ടായിരുന്നു പണ്ട് മുതലേ. അതുകൊണ്ട് തന്നെ 6-8 മാസങ്ങൾ, ഒരു വർഷത്തിന് ശേഷം എവിടെ പോയി, എന്ന് പോയി, എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിക്കാർഡിക്കലായിട്ടുള്ളത് കൊണ്ട് മെമ്മറിയെ അധികം ആശ്രയിക്കാണ്ട് തന്നെ ആ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ട്. ഈ യാത്രകളെ കൊണ്ടുള്ള ഗുണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ധാരാളം അനുഭവങ്ങൾ, ധാരാളം കാഴ്ചകൾ കാണാം. ജീവിത രീതികൾ, ജനങ്ങളുടെ വ്യത്യസ്തമായ ജീവിത രീതികൾ, വ്യത്യസ്തമായ ഭാഷകൾ, ഇതൊക്കെ നമുക്ക് നേരിട്ട് അനുഭവിക്കാം. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് യാത്ര ഒരു പഠന അനുഭവം തന്നെ ആക്കിയെടുക്കാം. അതിനും കൂടി ഉപകരിക്കുന്നതാണ് യാത്രകൾ. അങ്ങനെയുള്ള ചെറിയൊരു യാത്ര സംഘടിപ്പിക്കുവാൻ എനിക്ക് അവസരം കിട്ടി. ഞങ്ങൾ പെൻഷനിസ്റ്റ് ആയിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ കൂടി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന സ്ഥലത്ത്, അതും അഹമ്മദ്നഗർ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുവാനും അവിടെയുള്ള കാഴ്ചകൾ കാണുവാനും ഞങ്ങൾക്ക് ഒരവസരം കിട്ടി. 2024 ഓഗസ്റ്റ് 25-ാം തീയതി ഞായറാഴ്ച ദിവസം നിസാമുദ്ദീൻ എക്സ്പ്രസിൽ ഞങ്ങളൊരു 40 പേര് അടങ്ങുന്നൊരു സംഘം യാത്ര പുറപ്പെടുന്നു. വടകരയിൽ കൂടിയാണ് വണ്ടി പാസ് ചെയ്തു പോകുന്നത്. ആ വടകരയിൽ ഞാനും ആ യാത്രയുടെ ഒരു ഭാഗമാകുകയാണ്. 26 മണിക്കൂർ നേരത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നാസിക് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. യാത്രാക്ഷീണം ധാരാളം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ തുടർ യാത്രകൾ ഞങ്ങൾ ചെയ്തില്ല. അവിടെ തന്നെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് ഞങ്ങൾ താമസിക്കുകയാണ്. അന്ന് പ്രത്യേകിച്ച് വേറെ എവിടെയും പോയിട്ടില്ല. അന്ന് അവിടെ സുഖമായി ഉറങ്ങി ക്ഷീണങ്ങളും തീർത്തു. 27-ാം തീയതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം, ശിവക്ഷേത്രം, ത്രയംബക ക്ഷേത്രം. സോറി, അത് കാണിക്കാം ഞാൻ. ഈ ത്രയംബകേശ്വര ടെമ്പിൾ എന്നാണ് പറയുക. നാസിക്കിലാണത്. 12 ജ്യോതിർലിംഗങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ ഒരു ജ്യോതിർലിംഗം ഇവിടെയാണ്. ഇവിടെ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നീ ദേവതമാരുടെ പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ആരാധനാമൂർത്തികളാണ്. ഈ മറ്റെല്ലാ
ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലും ശിവനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാലാവസ്ഥ തീരെ അനുകൂലമായിരുന്നില്ല. ശക്തിയായ മഴയുണ്ടായിരുന്നു. എന്നിട്ടും തിരക്ക് വളരെ ഏറെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദർശനം പൂർത്തീകരിക്കുവാൻ ഇതൊന്നും ഒന്ന് പ്രശ്നമേ ആയിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. സുഖമായി ക്ഷേത്ര ദർശനം നടത്തുകയും അതിനുശേഷം ഞങ്ങൾ ഒരു മിനിറ്റ്, ഇതാണ് ശിവപ്രതിഷ്ഠ. അതിനുശേഷം ഞങ്ങൾ പഞ്ചവടി എന്ന സ്ഥലത്തേക്കാണ് യാത്രയാവുന്നത്. വനവാസകാലത്ത് ശ്രീരാമലക്ഷ്മണന്മാർ സീതാസമേതം ഈ പഞ്ചവടിയിൽ വസിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ പഞ്ചവടി ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഹിന്ദു ക്ഷേത്രങ്ങൾ തന്നെ. ഈ കലാറാം ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അതിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന് 3 ദേവതകളുടെയും പ്രതിഷ്ഠകളുണ്ട്. അതിനുശേഷം ഞങ്ങൾ സന്ദർശിച്ചത് കപിലേശ്വര ടെമ്പിളാണ്. അത് ഈ കലാറാം ടെമ്പിളിന്റെ അടുത്ത് തന്നെയാണ് കപിലേശ്വര ടെമ്പിൾ. ഇതും മറ്റൊരു ഹിന്ദു ക്ഷേത്രമാണ്. ഇവിടെയും ദർശനത്തിന് ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണ്. ഈ ആൽമരം കാണുന്നുണ്ട്. ഈ ആൽമരം എന്താണ് സൂചിപ്പിക്കുന്നത്? പഞ്ചവടി, 5 അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് 5 ആൽമരങ്ങൾ കൂടി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇത് കപിലേശ്വര ടെമ്പിളിന്റെ സമീപത്തായിട്ടാണ് രാമകുണ്ടു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് മറ്റൊരു ക്ഷേത്രമുണ്ട് അവിടെ. ഇവിടെ ശ്രീരാമദേവൻ വനവാസകാലത്ത് സ്നാനാദി കർമ്മങ്ങൾക്കും പിന്നെ മെഡിറ്റേഷൻസ് മുതലായ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഈ സ്ഥലം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അടുത്തതായി ഞങ്ങൾ ലക്ഷ്മണ ക്ഷേത്രം ദർശിക്കുകയുണ്ടായി. ലക്ഷ്മണാജി മന്ദിർ എന്നാണ് പറയുന്നത്. വനവാസകാലത്ത് രാവണന്റെ സഹോദരി ശൂർപ്പണഖ അവരുടെ ആശ്രമത്തിൽ വരികയും രാമനെയും ലക്ഷ്മണനെയും അപമാനിച്ചതിന് ശേഷം സീതാദേവിയെയും കൂടി അപമാനിച്ചപ്പോൾ ലക്ഷ്മണൻ ജ്യേഷ്ഠത്തിയേക്കാൾ ഉപരിയായിട്ട് ഒരു മാതാവിന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന സീതാദേവിയെ അപമാനിച്ചപ്പോൾ ലക്ഷ്മണൻ തീരെ സഹിച്ചില്ല. അദ്ദേഹം വാളെടുത്ത് ശൂർപ്പണയുടെ നാസിക ഛേദിക്കുകയാണ്. ഇതിന്റെ ഓർമ്മയ്ക്കാണ് ചരിത്രം പറയുന്നത് അവിടെ നാസിക് എന്ന പേര് ആ സ്ഥലത്തിന് കിട്ടിയത് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള നാസിക് റോഡിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് 26-ാം തീയതി വൈകിട്ട് വണ്ടി ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ദർശിക്കാൻ സാധിച്ചിട്ടുള്ളത് ഗോദാവരി കപില സംഗമം, അതായത് ഗോദാവരി നദിയുടെയും കപില നദിയുടെയും സംഗമം. അതാണ് മറ്റൊരു കാഴ്ച ഞങ്ങൾ കാണാൻ സാധിച്ചത്. ഇവിടെയൊക്കെ ധാരാളം സന്ദർശകർ വരാറുണ്ട്.
ഞങ്ങൾ സന്ദർശിക്കാൻ പോയത് ഷിർദി സായിബാബ ടെമ്പിളാണ്. അവിടെ നിന്നും വളരെ ദൂരെയാണ്, ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട്. പഞ്ചവടി ദർശിച്ചതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരത്തോടെയാണ് ഷിർദിയിലെത്തുന്നത്. ഞങ്ങൾ അന്ന് അവിടെ താമസിച്ചു. സായിബാബയുടെ സമാധി ക്ഷേത്രമാണിത്. ആയിരത്തി 854 കാലഘട്ടത്തിൽ ഷിർദിയിലുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ആരാധിച്ചിരുന്ന ഒരു സന്യാസി വരികയുണ്ടായി. സായിബാബ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. മതമൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തെ ജനങ്ങൾ ഫക്കീറായും സന്യാസിയായും സൽഗുരുവായും കരുതുകയുണ്ടായി. ഭിക്ഷാടനമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാർഗമായി അദ്ദേഹം സ്വീകരിച്ചത്. സമീപ പ്രദേശമുള്ള വീടുകളിൽ നിന്നും ഭിക്ഷ വാങ്ങുകയും ആ ഭിക്ഷ വാങ്ങിയിട്ട് പാവങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും കൊടുക്കുക അദ്ദേഹത്തിന്റെ ഒരു രീതിയായിരുന്നു. അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഷിർദിയിൽ താമസിക്കുകയും തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന് 6 കവാടങ്ങളുണ്ട്. അതിൽ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു പ്രത്യേക കവാടത്തിൽ കൂടിയാണ് പ്രവേശനം അനുവദിച്ചിരുന്നത്. ഞങ്ങളെല്ലാം ആ ഒരു ഏജിന്റെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ആ പ്രവേശന കവാടത്തിൽ കൂടിയാണ് ഉള്ളിലേക്ക് കടന്നത്. അടുത്തത് ദ്വാരകാമായി. ദ്വാരകാമായി എന്ന് പറയുന്നത് ഷിർദി സായിബാബ ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള ഒരു ഇതാണ്, ക്ഷേത്രം തന്നെയാണിത്. അത് പ്രധാന പ്രവേശന കവാടത്തിന്റെ വലത് ഭാഗമായിട്ട് മാറി അടുത്ത് തന്നെയായിട്ടാണ് ഈ ദ്വാരകാമായി സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ഗുരുസ്ത്വാൻ ആണ് ഞങ്ങൾ സന്ദർശിച്ചത്. സായിബാബ ഷിർദിയിലെത്തുന്നത് ഒരു ബാലസന്യാസിയുടെ രൂപത്തിലായിരുന്നു. ഒരു വേപ്പ് മരത്തിന്റെ ചുവട്ടിലായിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണപ്പെട്ടത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ഗുരുസ്ത്വാൻ എന്ന പേര് കിട്ടിയതാണ് പറയപ്പെടുന്നത്. അടുത്തതായി ഈ ഗുരുസ്ത്വാന്റെ അടുത്ത് തന്നെയായിട്ട് ആണ് ഈ ഒരു പൂന്തോട്ടമുണ്ട്. ലെൻസ് ബാഗ് എന്നാണ് എനിക്ക്. ഈ പൂന്തോട്ടം പരിപാലിച്ചിരുന്നത് സായിബാബ തന്നെയായിരുന്നു. രാവിലെയും വൈകിട്ടും നടക്കാനിറങ്ങുമ്പോൾ ഈ പൂന്തോട്ടം നനയ്ക്കുക എന്നുകൂടി അദ്ദേഹത്തിന്റെ ദൗത്യമായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ, അതായത് 28-ാം തീയതി, ഞങ്ങൾ ശനീശ്വര ടെമ്പിൾ സന്ദർശിക്കാൻ പോകും. (2016) വരെ ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. നമ്മൾ തൃപ്തി ദേശായി എന്ന പേരുള്ള ഒരു ആക്ടിവിസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. അവരുടെ സംഘടനയാണ് ഭൂമാതാ ബ്രിഗേഡ്. ഈ ഭൂമാതാ ബ്രിഗേഡിലുള്ള ഏതാനും പേരെ ചേർത്ത് കൂട്ടിക്കൊണ്ട് അവർ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്, ഒരു പ്രതിഷേധ മാർച്ച്. സ്വാഭാവികമായിട്ടും പോലീസുകാർ ഇടപെടുകയും തൃപ്തി ദേശായി അവരുടെ ഏതാനും അനുയായികളെയും അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. പക്ഷെ ഈ പ്രതിഷേധ മാർച്ചിന് ഫലം കിട്ടി എന്നുള്ളതാണ് സത്യം. പിൽക്കാലത്ത് സ്ത്രീകളെ പിറ്റേ വർഷം മുതൽ തന്നെ
സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു. ഈ തൃപ്തി ദേശായി ഈ അടുത്ത് നമുക്കറിയാം, കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ ശബരിമലയിൽ ചില പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്തി ദേശായും അനുയായികളോട് വരികയും, പക്ഷേ ഭക്തന്മാരുടെ എതിർപ്പ് കാരണം അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അടുത്തതായി ഞങ്ങൾ കണ്ടത് ബീബി മക്വാറ എന്ന് പറഞ്ഞാൽ മിനി താജ്മഹൽ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരു എന്താ പറയുക ടോം, അതായത് ഔറംഗസീബിന്റെ മകൻ അസംഷൻ തന്റെ അമ്മ ദിൽഖാസ് ബീഗത്തിന്റെ ഓർമ്മയ്ക്കായി പണിത ഒരു ശവകുടി, ഒരു ടോം ആണിത്. ഇതിന് മിനി താജ്മഹൽ എന്നാണ് പറയുന്നത്. ഒറിജിനൽ താജ്മഹലും ഈ മിനി താജ്മഹലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒറിജിനൽ താജ്മഹൽ 100% മാർബിൾ കൊണ്ടാണ് പണിതിട്ടുള്ളത്. പക്ഷെ ഈ മിനി താജ്മഹലിന് 20% മാർബിൾ മാത്രമേ ഉള്ളൂ. ബാക്കി 80% ലൈം സ്റ്റോൺ കൊണ്ടാണ് ഇത് പണിതിട്ടുള്ളത്. ഇവിടെയും ധാരാളം സന്ദർശകർ വരുന്ന ഒരു പ്രദേശമാണ്. അടുത്തതായി ഞങ്ങൾ പഞ്ചക്കി എന്ന് പറഞ്ഞാൽ വാട്ടർ മില്ലാണ്. ഇത് ഔറംഗസീബിന്റെ സൈന്യാധിപനായിരുന്ന, അല്ലെങ്കിൽ ഉപദേശകനായിരുന്ന നസ്രത്ത് ബാദ്ഷാ മുസാഫിറിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പഞ്ചക്കി ഇവിടെ സ്ഥാപിച്ചത്. ഇവിടെ ഒരു റിസർവോയർ ഉണ്ട്. ഈ ബിൽഡിങ്ങോട് ചേർന്ന് തന്നെ മറ്റുള്ള ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. ഒരു പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ഒരു പള്ളിക്കൂടമുണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പഞ്ചക്കി എന്ന് പറഞ്ഞ വാട്ടർ മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് നോക്കാം. 8 കിലോമീറ്റർ അകലെയുള്ള ഒരു പർവ്വതത്തിലുള്ള ഒരു അരുവിൽ നീങ്ങണം. ഭൂമിക്കടിയിൽ കൂടി ഒരു കുഴൽ വഴി വെള്ളം എത്തിച്ചിട്ട് ഒരു പിസ്റ്റന്റെ സഹായത്താൽ ഉയർത്തി ഈ റിസർവോയറിൽ വെള്ളം ശേഖരിക്കുകയാണ്. എന്നിട്ട് ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ ഈ വെള്ളത്തെ ശക്തിയായി വീഴ്ത്തി പഞ്ചക്കി എന്ന വാട്ടർ മില്ലിന്റെ ചക്രങ്ങളെ ചലിപ്പിക്കുന്നു. എന്നിട്ട് ഈ ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ധാന്യങ്ങൾ പൊടിക്കുവാൻ ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. പഞ്ചക്കി എന്ന വാട്ടർ മിൽ. ഇങ്ങനെ പൊടിക്കുന്ന ധാന്യങ്ങൾ സന്യാസിമാർക്കും തീർത്ഥാടകർക്കും ആയി വിതരണം ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഈ റിസർവറിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ആൽമരമുണ്ട്. ഇതിന് 600 വർഷത്തെ പഴക്കമുണ്ട്. അടുത്തതായി ഞങ്ങൾ പോകുന്നത് അജന്ത ഗുഹകൾ കാണാനാണ്. ഞങ്ങളുടെ വാഹനം അജന്ത ടൗൺ വരെ മാത്രമേ അനുവാദമുള്ളൂ പോകാൻ. അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു ഭാഗത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അജന്ത ടൗണിൽ നിന്നും 2-3 കിലോമീറ്റർ മാറിയാണ് അജന്ത ഗുഹകളുടെ സ്ഥാനമുള്ളത്. അവിടം വരെ വേറൊരു വാഹനത്തിലാണ് ഞങ്ങൾ പോയത്. ആദ്യമായിട്ട് ഒരു ചുരം റോഡുമായുള്ള റോഡ്. $2500 കേട്ടോ.
500 അയാളെ കൂലി. പല്ലക്കിൽ എഴുന്നള്ളിക്കുകയാണ്. അതായത് നടക്കാൻ പ്രയാസമുള്ള ആൾക്കാരെ നല്ല പല്ലക്കിൽ കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ സൗകര്യം കൊണ്ട് അവരെ യാത്രയിൽ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അവർക്ക് പൈസ കൊടുക്കണം. ഗുഹയാണ്, കാണുമ്പോൾ ഗുഹയാണെന്ന് തോന്നില്ല. പക്ഷേ ഒരു തരം ബിൽഡിംഗ് ആണ്. 1 നില 2 നില 3 നില വരെയൊക്കെയുള്ള ബിൽഡിംഗ്. ഇത് വലിയ പാറ മലകൾ തുരന്നിട്ട് മുകളിൽ നിന്നും താഴോട്ടാണ് കൺസ്ട്രക്ഷൻ. ഈ പില്ലറുകളൊക്കെ മുകളിൽ നിന്ന് താഴോട്ട് ആണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ ബിൽഡിങ്ങുകളും, ഗുഹകളിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചുമരുകൾ, വോൾ പെയിന്റിങ്സ്, മനോഹരമായ പെയിന്റിങ്സ് ആണ്. ഇതെല്ലാം ഒരുപാട് വേറെ 1 മുതൽ 30 ഗുഹകളുണ്ട്. ആദ്യത്തെ എല്ലാം വ്യത്യസ്തമാണ്. ഓരോ ഗുഹകൾക്കും വ്യത്യസ്തതയുണ്ട്. ഈ കാണുന്ന മലകൾ കാണുന്നില്ല, ഈ കറുത്ത് കാണുന്ന നീണ്ട മലകൾ, അത് തുരന്നിട്ടാണ്, അതിൽ പിന്നെ തുരന്ന് താഴോട്ട് തുരന്നിട്ടാണ് ഈ ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഓരോ ഗുഹകളാണ്. ഇത് 10ാമത്തെ ഗുഹയുടെ മുൻവശമാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മനോഹരമായ കൊത്തുവരകൾ കാണാം. എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. മനോഹരമായ കൊത്തുവരകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് 12ാമത്തെ ഗുഹയാണ്. 12ാമത്തെ ഗുഹ എന്ന് പറയുന്നത് 12 മുറികളാണ്. 12 മുറികൾ, ഓരോ മുറിയിലും ഓരോ കട്ടിലുണ്ട്, കല്ലിന്റെ കട്ടിൽ. ഇത് ബുദ്ധസന്യാസിമാർക്ക് രാത്രി തങ്ങാനും അവർക്ക് പിന്നെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും വേണ്ടിയിട്ടുള്ളതാണ്. അഞ്ഞൂറ് ഭാവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ശ്രീബുദ്ധന്റെ 500 ഭാവങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പല ഗുഹകളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് റൂഫിലുള്ള കൊത്തുപണികളാണ്, പെയിന്റിങ്ങുകളാണ്. അങ്ങനെ പല ഗുഹകളിലുണ്ട് ഈ പെയിന്റിങ്ങുകൾ. മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടു തീരണമെങ്കിൽ ശരിക്കും 1-2 ദിവസം എടുക്കും. അത്രയും കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സമയം ഗുഹയുടെ അടുത്ത് ചെലവഴിക്കണം, എന്നാലേ ഇത് കംപ്ലീറ്റ് കാണാൻ സാധിക്കുക. ഞങ്ങളുടെ സമയപരിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേശ്ശെ ടൈം മാത്രമേ ഗുഹയിൽ ചെലവഴിച്ചിട്ടുള്ളൂ. അടുത്തതായിട്ട് ദൗലത്ത് ബാഗ് ഫോർട്ടാണ് കാണുന്നത്. ഈ ദൗലത്ത് ബാഗ് ഫോർട്ട് എന്ന് പറയുന്നത് ആയിരത്തി 1327 1334 കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനായിരുന്നു. ഡൽഹി ഭരിച്ചിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന ഒരു ഭരണാധികാരി. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം യാതൊരു വീണ്ടും വിചാരവുമില്ലാതെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം
ഈ തലസ്ഥാനം ഡൽഹിയിലായിരുന്നു അദ്ദേഹം പെട്ടെന്ന് പൊടുന്നനവേ തലസ്ഥാനം ദൗലത്ത് ബാദിലേക്ക് മാറ്റി. ജനങ്ങൾ പല കാര്യങ്ങൾക്കും ആശ്രയിച്ചിരുന്ന ഇത് തലസ്ഥാനമായിരുന്നു ഡൽഹി. ആ ഡൽഹി പെട്ടെന്ന് ദൗലത്ത് ബാദിലേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ദൗലത്ത് ബാദിലേക്ക് വരാൻ പ്രയാസമുള്ളതുകൊണ്ട് അവരുടെ വസ്തുവകകൾ വിറ്റിട്ട് അവർക്ക് ദൗലത്ത് ബാദിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. പ്രായമായവർക്കൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു ആ യാത്ര. പിന്നീടാണ് അവരിൽ പലരും മരിച്ചു. മരണപ്പെട്ടതിൻ്റെ ശേഷമാണ് ഇദ്ദേഹത്തിന് ബോധോദയം അദ്ദേഹം ഒരു വീണ്ടും വിചാരം ഉണ്ടാകുകയും അദ്ദേഹം വീണ്ടും തലസ്ഥാനം ഡൽഹിയിലേക്ക് തന്നെ മാറ്റി. അദ്ദേഹം അപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ പരിഷ്കാരത്തെ മണ്ഡൻ പരിഷ്കാരം എന്ന് ചരിത്രം എഴുതി. അതാണ് തുഗ്ലക് പരിഷ്കാരം. ഇതെല്ലാം ഓരോ ഭാഗങ്ങളാണ് ദൗലത്ത് ഫോർട്ടിന്റെ. ഇതൊക്കെ മുകളിലേക്ക് കയറിപ്പോകാനുള്ള 750 സ്റ്റെപ്പ് ഇട്ടതാണ്. ഞങ്ങൾ കുറേ സ്ലൈഡ് മാറ്റുന്നത് ലേശം സ്പീഡായി പോകുന്നുണ്ടോ? പെട്ടെന്ന് മാറ്റിയാൽ എത്തുന്നില്ല. അല്ല, അത് ഏതാ ആണ്? ഇത് ദൗലത്ത് ഫോർട്ടിലേതാണ്. ഇത് മുകളിൽ കാണുന്ന ഈ കിളിവാതിലുണ്ടല്ലോ, അവർ വ്യൂ ആണ്. അവർക്ക് ഈ ശത്രു സൈന്യങ്ങൾ പ്രവേശിക്കുന്നത് ദൂരെ നിന്ന് കാണാൻ പറ്റും. അതനുസരിച്ച് അവർക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. ഇങ്ങനെ പല വഴികളുള്ളൂ. ഇവർക്കറിയാം, പക്ഷെ ശത്രു സൈന്യങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പല വഴികളുണ്ട്. ചില റോങ് വാതിലുകൾ, ചില ശരിയായ വാതിലുകൾ കൂടി പോയി കഴിഞ്ഞാൽ അവിടുന്ന് അബദ്ധത്തിൽപ്പെടുക, ശത്രു സൈന്യങ്ങൾ അബദ്ധത്തിൽപ്പെടുക എന്നുള്ള സാഹചര്യം ഉണ്ടാക്കുക. ആ രീതിയിലൊക്കെ പല സംഗതികളുണ്ടായിരുന്നു അവിടെ. ഇത് പോകുന്ന വഴിയാണ്. ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് പോവാണ്. അടുത്തതായി ചാന്ദ് മിനാർ എന്നാണ് ഇതിൽ പറയാം. ചാന്ദ് മിനാർ ഈസ് an example of Turkish style of architecture. അലാബുദ്ദീൻ സഹമാനി എന്ന ഭരണാധികാരിയാണ് കോട്ട പൊളിച്ചിട്ട് ഈ ചാന്ദ് മിനാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ വരെ സാറേ വീട്. ഓക്കെ സാർ, കുഴപ്പമില്ല. അടുത്തതായി സന്ദർശിക്കുന്നതാണ് എല്ലോറ കേവ്സ്. ഇത് ഔറംഗാബാദിൽ നിന്നും 30-35 കിലോമീറ്റർ ഉണ്ട്. അജന്ത കേവ്സ് ഔറംഗാബാദിൽ നിന്നും 100 കിലോമീറ്റർ അധികം, 105 കിലോമീറ്ററോളം. എല്ലോറ കേവ്സ് ആണ് അടുത്ത്. ഈ അജന്ത കേവ്സ് 30 ഗുഹകളും ബുദ്ധമത സന്യാസിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇവിടെ 1 മുതൽ 12 വരെയുള്ള ഗുഹകൾ ബുദ്ധ സന്യാസിമാരുടെയും 13 മുതൽ 29 വരെയുള്ള ഗുഹകൾ ഹിന്ദു സന്യാസിമാരുടെയും 30 മുതൽ 34 വരെയുള്ള ഗുഹകൾ ജൈനമത സന്യാസിമാരുടേതായിരുന്നു. ആകെ 34 ഗുഹകൾ, 100 ഗുഹകളോടുണ്ട്. അതിൽ 34 മാത്രമാണ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട്.
ഈ ഗുഹകളും നമ്മളെ അജന്ത ഗുഹകളുടെ കാര്യം പറഞ്ഞതുമായി വലിയ മലകൾ മുകളിൽ നിന്ന് താഴോട്ട് കൊത്തിയെടുത്തിട്ട് ആണ് ഈ ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര മനോഹരമാണ് ആ കാഴ്ചകൾ! അന്നത്തെ ശില്പികൾ, അന്നത്തെ ആർക്കിടെക്ചേഴ്സ്, അവരുടെ കലാവിരുത് എത്ര തന്നെ വർണ്ണിച്ചാലും മതിയാവുകയില്ല. അത് 6-ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടമാണ് നോക്കണം. 6-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലാണ് നോക്കണം. ഓരോ കൊത്തുപണികളും എത്ര മനോഹരമാണെന്ന് കണ്ടു നോക്കണം. ഓരോ കൊത്തുപണികളും ഇമ വെട്ടാതെ നോക്കിയിരിക്കാൻ പറ്റിയുള്ളൂ. ഇത്രയും നിലയുള്ള ബിൽഡിംഗ്, ഇതൊക്കെ പാറ തുളച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഈ ബുദ്ധന്റെ വിവിധ ഭാവങ്ങൾ. അടുത്തതായിട്ട് ഹിന്ദു സന്യാസിമാരുടെ ഗുഹകളാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റോക്ക് കട്ട് ടെമ്പിൾ ആയ കൈലാസ് ടെമ്പിൾ ആണ് ഇവിടെയുള്ളത്. ഇത് 16-ാമത്തെ ഗുഹയാണ്. ഇവിടെ ഉള്ള കൊത്തുപണികൾ മഹാഭാരത കഥയിലെ കഥകൾ കംപ്ലീറ്റ് പല രൂപത്തിലും ഇവിടെ കൊത്തിവെച്ചിട്ട് കാണാൻ സാധിക്കും. $85,000 ക്യൂബിക് മീറ്റർ റോക്ക് കട്ട് ചെയ്തിട്ടാണ് ഈ മന്ദിർ ടെമ്പിൾ പണിതത്. ധാരാളം, ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ വലിയ ജനത്തിരക്കായിരുന്നു. ധാരാളം സന്ദർശകർ ഇവിടെ വന്നിരുന്നു. ഈ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണെന്ന് വിശ്വസിക്കുവാൻ വളരെയധികം പ്രയാസമുണ്ട്. ഔറംഗാബാദിലെ ശൈലേന്ദ്ര ഹിൽ ആണ് ഈ പർവ്വതങ്ങൾ. ശൈലേന്ദ്ര ഹിൽ ഇങ്ങനെ തുരന്നിട്ടാണ് ഇത്തരം ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചിത്രം വേറെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മുടെ പുതിയ 20 രൂപ നോട്ടില്ലേ, ആ 20 രൂപ നോട്ടിൽ ഈ ചിത്രമുണ്ട്. അതിൽ എല്ലോറ എഴുതിയിട്ടുണ്ട്. എല്ലോറ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഈ കൈലാഷ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. പല ഭാഗത്തു നിന്ന് എടുത്ത ഫോട്ടോ. ജൈന മതക്കാരുടെ ഗുഹകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഇതിനോട് ചേർത്തല്ല. ആദ്യം ബുദ്ധമതക്കാരുടെയും അതിനോട് ചേർത്ത് തന്നെയാണ് ഹിന്ദുമത സന്യാസിമാരുടെയും ഗുഹകൾ. അത് കഴിഞ്ഞിട്ട് അത് പ്രത്യേക വാഹനത്തിൽ പോകണം. 2-3 കിലോമീറ്റർ അപ്പുറത്താണ് ജൈനമതക്കാരുടെ ഗുഹകളുള്ളത്.
ഒരു വാഹനം അവരെ ഡ്രോപ്പ് ചെയ്യുകയും അവിടെ നിന്ന് ഞങ്ങൾ നടന്നു പോവുകയും ആണുള്ളത്. ഇതെല്ലാം മറ്റേ ജൈനമതക്കാരുടെ ഗുഹകളിലുള്ള ഇതാണ്. സത്യത്തിൽ യാത്രകൾ കണ്ടിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ സംതൃപ്തി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു നഷ്ടബോധം ഉണ്ടായിരുന്നു. കാരണം ജീവിതത്തിൽ ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അജന്ത എല്ലോറ ഗുഹകൾ ഒക്കെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഉള്ളിൽ ഉദിച്ച ഒരു ആഗ്രഹമായിരുന്നു ഇത് കാണുക എന്നുള്ളത്. പക്ഷെ വളരെ വർഷത്തിന് ശേഷം മാത്രമാണ് ഒരവസരം കിട്ടിയത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കാണേണ്ടതാണ്. ഇത്രയും മനോഹരമായ കലാവിരുത്, അതും 6-ാം നൂറ്റാണ്ട് മുതൽ 10-12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ. പിന്നെ വേറൊരു കാര്യം, ഈ ഏറ്റവും വലിയ ഗുഹ 4ാമത്തെ ഗുഹയാണെന്ന് പറയുന്നുണ്ട്. 4ാമത്തെ ഗുഹ ആ ഗുഹക്ക് 1350 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ അജന്തയിലെ 9-10 ഗുഹകളൊക്കെ തന്നെ വളരെയധികം പഴക്കമുള്ള ഗുഹകളാണ്. ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷപ്പെടുന്ന ഒരാളാണ്. പറ്റുമെങ്കിൽ എനിക്ക് ഈ സെഷനിൽ പങ്കെടുക്കുന്ന പലർക്കും ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പലരും യാത്ര ചെയ്തിട്ടുണ്ട്. അജന്ത എല്ലോറ ഗുഹ കണ്ടവരുണ്ടായിരിക്കാം. നല്ലൊരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചു. ഇത്ര മാത്രമേ എനിക്ക് എൻ്റെ യാത്രാനുഭവം വലിയൊരു ഡീപ്പായുള്ള ഒരു സ്റ്റഡിയല്ല. ഇത് എൻ്റെ ഒരനുഭവങ്ങൾ, യാത്രാനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ. ഇതോടെ എൻ്റെ ദൗത്യം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സത്യത്തിൽ ഇത് കേട്ടത് അന്ന് മുതൽ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ പഠനത്തിലൊക്കെ കടന്നുപോയിട്ടുള്ള ഈ അജന്ത എല്ലോറ ഗുഹകളെ കുറിച്ച് ഏകദേശം എത്ര വർഷമാണ് സാർ അത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്? 1350 വർഷങ്ങളൊക്കെ മുമ്പുള്ള ഉള്ള ഗുഹകളുടെ അവിടെ 1350 വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അതിലധികം വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു മഹാ അത്ഭുതം. സത്യത്തിൽ അത് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുവരെ അതിന് സാധിച്ചില്ല. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അപ്പം ആ ആഗ്രഹം മനസ്സിൽ നിൽക്കുമ്പോഴാണ് വേണുഗോപാൽ സാറ് ആ ഒരു സ്ഥലത്ത് പോവുകയും അതിനെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തപ്പം തീർച്ചയായിട്ടും കാണാത്തവർക്ക്, എനിക്കറിയാം മുലാനാൻ സാറൊക്കെ അത് കണ്ടിട്ടുണ്ട്, എങ്കിൽ പോലും ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വിഷ്വലൈസേഷൻ്റെ ഇഫക്റ്റിലൂടെ കടന്നു വരാനും അവിടെ നടന്ന സാഹചര്യങ്ങളൊക്കെ മനസ്സിലൊന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കാനും ഒക്കെ ഗുണകരമാകുന്ന രീതിയിൽ. ഇതിനേക്കാളൊക്കെ ഏറ്റവും സന്തോഷം വരുന്നത് എനിക്ക് തോന്നുന്നത് വേണുഗോപാൽ സാറിന് തന്നെയാണ്. കാരണം ഒരു കഥ സത്യത്തിൽ ഒരു നടന്ന കഥ പോലെ ഒരു ദർശനം, ആ ഗുഹ ആര് സൃഷ്ടിച്ച് ഉണ്ടാക്കിയതാണെന്നോ എന്നും അറിയില്ല. വളരെ യാദൃച്ഛികമായി ആ കടലിടുക്കിലൂടെ പോകുന്ന സമയത്ത് ഒരു വ്യക്തി, എനിക്ക് തോന്നുന്ന ഒരു വിദേശ വ്യക്തിയാണത് കണ്ടെത്തിയത്. അതിനുശേഷം വിദേശത്ത് തന്നെ ഒത്തിരി ആളുകൾ വന്ന് അത് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ഗുഹകളെക്കുറിച്ച്, അന്ന് സത്യം പറഞ്ഞാൽ ഭീകരമായ കുറേ ജീവികളുടെ ഒരു വാസസ്ഥലമായിരുന്നു അത്. അതെല്ലാം ക്ലിയർ ചെയ്ത് കൃത്യമായിട്ട് അവിടെയുള്ള ആ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത്, ചരിത്രം വായിച്ചാൽ അറിയാം, ആ ലേഖനം ചെയ്ത് ആ ചിത്രങ്ങളെല്ലാം വെച്ചൊരു എക്സിബിഷൻ നടത്തി. ആ എക്സിബിഷൻ നടത്തിയപ്പം 3 ചിത്രങ്ങളുടേത്, ബാക്കിയെല്ലാം അവസാനത്തെ ദിവസം ആ ചിത്ര പ്രദർശനം നടത്തിയ എക്സിബിഷൻ ഹോൾ കത്തി നശിച്ചു പോയതായിട്ടൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം എന്താ പറയുന്നത്, രഹസ്യങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നിറയുന്ന ആ ഒരു ചരിത്രമാണ്, ആ ഒരു കഥയാണ്. സത്യത്തിൽ വേണുഗോപാൽ സാറിൻ്റെ ഒരു കഥ പോലെ നമുക്കതിനെ കാണാം.
നമ്മുടെ കഥയിലുമുണ്ട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത്ര മനോഹരമായ രീതിയിൽ അതിനകത്തെല്ലാം ബുദ്ധൻ അല്ല സാറേ, ബുദ്ധൻ മാത്രമേ ഉള്ളൂ അല്ലേ? ബുദ്ധന്റെ പ്രതിമകൾ മാത്രമേ ഉള്ളൂ? ഇല്ല, ബുദ്ധന്റെ എല്ലോറയിലും ബുദ്ധനുണ്ട്, ജൈനമതക്കാരുണ്ട്, ഹിന്ദു ഹിന്ദു സന്യാസിമാരുടെ ഗുഹകളുണ്ട്. അല്ല, പ്രതിമകളുള്ളത് ബുദ്ധമതക്കാരുടെ മാത്രമേ ഉള്ളൂ പ്രതിമകൾ. യെസ്. ഗുരുക്കന്മാര്. അപ്പം ബുദ്ധമതത്തിൻ്റെയൊക്കെ ആ ഇൻറ്റൻസിറ്റി, അതിനോട് കാണിച്ചിരുന്ന ആ ഒരു പ്രിയമൊക്കെ എന്തായിരുന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു തെറ്റ് പോലും കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിശ്വാസ സംഹിതയാണ് അതിനുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളരെ താങ്ക് യു വേണുഗോപാൽ സർ, ഇത് വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചതിനും സാറിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയതിനും സാറിൻ്റെ ആ ഒരു കഥ പോലെ ഞങ്ങൾക്കത് തന്നതിനുമൊക്കെ വളരെയധികം നന്ദി. സോ താങ്ക് യു വെരി മച്ച് സാർ. ഇനി നമുക്ക് ഉലഹനാൻ സാർ ഒന്ന് കേൾക്കാം. സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. സാർ പല പ്രാവശ്യം ആ ഗുഹകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പറയൂ സാർ. വേണുഗോപാൽ സാറ് വാസ്തവത്തിൽ എന്നെ 40 വർഷങ്ങൾ പുറകോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. റെയിൽവേയിൽ ജോലി ചെയ്യുന്ന, ഹൈദരാബാദ് സെക്ഷനിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു TT ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ ഈ യാത്രയിലേക്ക് കൊണ്ടുപോയത്. ഒരു പാസ് മാത്രം കയ്യിലുണ്ട്, യാത്ര ചെയ്യാനുള്ള പാസ്, റെയിൽവേ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക്. അദ്ദേഹം പറഞ്ഞോടു, നല്ലൊരു സ്ഥലമാണ്, താൻ വാ. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ ട്രെയിനിൽ തന്നെയാണ് എന്നെയും കൊണ്ടുപോയി ഔറംഗാബാദിൽ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആ ട്രെയിൻ ബോംബെക്കാണ് പോകുന്നത്. ബോംബെയിൽ നിന്ന് തിരിച്ച് ഹൈദരാബാദിലേക്കുള്ള ഒരു യാത്ര, പർളി എന്ന യാത്ര. സത്യത്തില് നമ്മുടെ ഒന്നും ചിന്തകൾക്ക് വിലയിരുത്താൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിന്റെ അനുഭവമാണ്. ഒരു മലയെ സാധാരണ സൈഡിൽ നിന്ന് തുരക്കുന്നതിന് പകരം മുകളിൽ നിന്ന് തുടങ്ങി താഴോട്ടാണ്. പുറത്ത് നിന്ന് നോക്കുന്ന ആൾക്ക് അവിടെ ഒരു മലയുണ്ട്, പക്ഷെ അകത്ത് ചെല്ലുമ്പോൾ സാർ തന്നെ പറഞ്ഞു, 1000-ലേറെ വർഷങ്ങൾ എടുത്താണ് ഇത് ചെയ്തു വെച്ചത്. ഓരോ ഗുഹയും മല തുരന്ന്, പാറ തുരന്ന് നാം അതിനകത്തേക്ക് ചെല്ലുമ്പോൾ AC, അത്രയും തണുത്ത ഒരു അന്തരീക്ഷമാണ്. ഇതുണ്ടാക്കിയത് ഈ ബുദ്ധമത സന്യാസികൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ധ്യാനത്തിൽ ഇരുത്തുന്നതിന് വേണ്ടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓരോ ഗുഹകൾ കഴിഞ്ഞ് അടുത്തതിൽ പോകുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത് എത്ര കാലം കൊണ്ട്, എത്ര മനുഷ്യശക്തിയാണ് അതിനകത്ത് എടുത്തിട്ടുള്ളത്. അതിനകത്തെ കൊത്തുപണി പാറയിൽ തന്നെയാണ്, അത് ഇളക്കാനൊന്നും ഒക്കില്ല, എടുത്തുകൊണ്ട് വെച്ചതല്ല. പ്രകൃതിദത്തമായി തന്ന മലയെ തുരന്ന് ശില്പമാക്കി എത്രയോ മനുഷ്യരുടെ, എത്രയോ അധ്വാനം, മനുഷ്യാധ്വാനം അതിനകത്തുണ്ട്. ദീർഘമായ ചിന്തയുടെ ഫലമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 സെറ്റ് സ്ഥലങ്ങളിൽ, എല്ലോറയിലും അജന്തയിലും. അവിടെ ഞാൻ കാണുന്ന ആ സമയത്ത് ചായം അതിൻ്റെ മുകൾ തട്ടിലൊക്കെ, സാർ ആ ചിത്രം ഒന്ന് കാണിച്ചിരുന്നു, മുകൾ തട്ടില് പ്രകൃതിദത്തമായ ചെടികളുടെ ഇല, അതിൻ്റെ ചാറ് പിഴിഞ്ഞിട്ടാണ് വ്യത്യസ്തമായ കളറുകൾ ഉണ്ടാക്കി അതിന് മുകളിൽ നല്ല ചിത്രങ്ങൾ വരച്ചു വെച്ചു. അത്ഭുതമായിട്ടിരിക്കുന്നു. ഇന്നും വേണുഗോപാൽ സാറ് അതിന് റിപ്ലൈ തരുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കേടും പറ്റാതെ, ഒരു മങ്ങലും ഏൽക്കാതെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നെ ആകർഷിച്ച ഒരു ചിത്രം, ഒരു റൂഫില് ചുറ്റും ഒരു വട്ടത്തിനകത്ത് ഏതാണ്ട് 4 മാനുകൾ 4 വശത്തേക്ക് നോക്കി നിൽക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഏത് വശത്ത് പോയാലും ആദ്യം എല്ലാ മാനും നമ്മളെ നോക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആദ്യം കാണുമ്പോൾ 4 വശത്തേക്കാണ് നോക്കുന്നത്, പക്ഷെ നാം 4 വശത്ത് ചെല്ലുമ്പോഴും ഓരോ മാനും നമ്മളെ നോക്കുന്ന പോലെ ഒരു അത്ഭുതകരമായ ഒരു അവസ്ഥ, 3D വിഷൻ പോലെ ഒക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. സഞ്ചാരം എന്നുള്ളതൊരു കഷ്ടപ്പാടിൻ്റെ കൂടെ പര്യായമാണ്. ഞാനൊക്കെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ആഹാരം ഒരല്പം അഹങ്കാരത്തോടെ പറയട്ടെ, നമ്മുടെ നാട്ടിലെ പച്ചനാടൻ പഴം, റോബസ്റ്റ, അതും ബ്രെഡും വെള്ളവും മാത്രമാണ്.
നമ്മൾ ഒരു നിമിഷം പോലും കളയാതെ, ആദ്യത്തേൽ ഏതാണ്ട് 50 ഗുഹകളോ മറ്റെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, രണ്ടാമത്തേൽ 12 എത്രയോ എനിക്ക് കൃത്യമില്ല, അറിയില്ല. ഇത് മുഴുവൻ കാണണമെന്ന അത്യാഗ്രഹം തന്നെയായിരുന്നു യാത്രയിൽ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ പുറത്തു വന്നത്. ഗുഹയുടെ പുറത്തു വരുമ്പോൾ നാം കാണുന്നത് നാം കണ്ട സ്ഥലം എവിടെ പോയി. കാരണം മലയ്ക്കുള്ളിലൂടെയാണ്, പുറത്ത് മല മാത്രമായി നിൽക്കുകയാണ്. ചരിത്ര സത്യമായി അത് മുന്നോട്ട് പോകും. എന്തായാലും ഒരു കാര്യം കൂടെ, സായിബാബയുടെ, ഷിരടി സായിബാബയുടെ, അതായത് പരളി വൈദ്യനാഥിൽ നിന്ന് ഔറംഗാബാദിലേക്ക് പോകുന്ന ആ വഴിയിൽ ട്രെയിൻ പാത്തിലെ നടുവിൽ ഒരു സ്റ്റേഷനുണ്ട്. അവിടെ ഇറങ്ങിയാലാണ്, ബൈ ട്രെയിൻ, ഞാൻ സഞ്ചരിച്ചത് ട്രെയിനിലാണ്, അവിടെ ഇറങ്ങിയാലാണ് ഷിരടി സായിബാബയുടെ ക്ഷേത്രം കാണുന്നത്. എനിക്ക് അന്ന് അതിനെക്കുറിച്ചുള്ള ധാരണകളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എനിക്ക് തന്ന ചാർട്ട് അനുസരിച്ചാണ് ഞാൻ ഇറങ്ങിയത്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്, പ്രകൃതിദത്തമായ മനുഷ്യരുണ്ടാക്കിയ ഒരു ക്ഷേത്രം. അവിടെ സായിബാബയുടെ ചിത്രം, ഒരു ശില്പമുണ്ട്. അവിടെ നിശബ്ദത മാത്രമേ ഉള്ളൂ, ആരും ആരോടും സംസാരിക്കുന്നില്ല. വണങ്ങുന്നവരും വന്ദിക്കുന്നവരും പ്രദക്ഷിണം ചെയ്യുന്നവരും എല്ലാം സൈലന്റ് ആറ്റിറ്റ്യൂഡ്. അവിടെ നമുക്ക് ധ്യാനിക്കാം. ഒരു നല്ല മെഡിറ്റേഷൻ, അന്ന് എനിക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നിശബ്ദരായ ആളുകളുടെ ഇടയിൽ ഞാനും ചമ്രം പടഞ്ഞിരുന്നപ്പോൾ ആദ്യത്തെ എൻ്റെ മെഡിറ്റേഷനായി മാറുകയായിരുന്നു. ഞാൻ അല്പം നീട്ടിപ്പോയതിൽ ക്ഷമിക്കുക. മനസ്സിൽ സന്തോഷമുണ്ടായ ഒരു സഞ്ചാരമായിരുന്നു അന്ന്. അവിവാഹിതനായ ഞാൻ എവിടെയും കിടക്കാൻ ബാധ്യസ്ഥനാണ്. ഏത് സ്റ്റേഷനും എനിക്ക് വലിയ AC ലോഡ്ജായിരുന്നു. ഞാൻ ഇത് പറയാനുള്ള കാരണം, നമ്മളിൽ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റെല്ലാ തടസ്സങ്ങളെയും മാറ്റിവെച്ച് അത് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇന്നത്തെ എൻ്റെ യാത്രകളും അനുഭവങ്ങളും. എന്തായാലും സാറിന് വലിയൊരു നമസ്കാരം, എന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചതിൽ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പോകാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്, അത്ഭുതകരമായ ഒരു സ്ഥലമാണ്. വേണുഗോപാൽ സാറ് നമുക്ക് വളരെ ചെറിയ ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. സാറിൻ്റെ അനുഭവവും സന്തോഷവും പങ്കുവെച്ചു എന്ന് മാത്രം. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. അന്ന് തിരിച്ച് സ്റ്റേഷനിലേക്ക് ഞാൻ ഈ കുതിരവണ്ടി കയറിയിട്ടാണ് വരുന്നത്. അന്ന് ഒരു ഓട്ടോയൊന്നും അവിടെ ഇല്ല. എന്തായാലും എന്നെ കൊണ്ടുവിട്ട ആ മനുഷ്യൻ്റെ ട്രെയിൻ തിരിച്ച് ബോംബെയിൽ നിന്ന് തിരിച്ച് ഹൈദരാബാദിലേക്ക് വരുമ്പോൾ അതിലൊരു പാസും കാണിച്ച് കയറിയിരുന്ന് ആ യാത്ര അവസാനിപ്പിച്ചു. ഇങ്ങനെ ഒരു അവസരം മാറ്റ്നി ഫ്രീ വെബിനാറിൽ കിട്ടിയതിൽ സന്തോഷം. ഒത്തിരി നന്ദി സർ. താങ്ക് യു സർ. ഈ ക്രിസ്മസിൻ്റെ ഈ അല്ലേ, അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ചെറിയ കൊതിപ്പിക്കലാണ് അജന്ത എല്ലോറ ഗുഹയെ പോയി കാണാനുള്ള. ആരാ ഇനി കണ്ടവരുള്ളവർ പറയൂ. ജ്യോതികുമാർ സാർ കണ്ടിട്ടുണ്ടോ? റോയ് സാർ, ആരെങ്കിലും? ജ്യോതികുമാർ സാർ പറയും. ഞാൻ കണ്ടിട്ടില്ല സർ. എത്രയോ ഉലകം ചുറ്റുമെങ്കിലും ഈ സ്ഥലം കാണാൻ സാധിച്ചിട്ടില്ല. ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇതിപ്പോൾ ഒരു വല്ലാത്ത ഒരു എന്താ പറയേണ്ടത്, പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ന് അഹങ്കരിക്കുന്ന ഒരു ലോകത്തല്ലേ. നമുക്ക് 6-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിലൊക്കെ ഇത്തരത്തിലുള്ള ഗുഹകളും ചിത്രപ്പണികളും ഒക്കെ ചെയ്തതിൻ്റെ ആ എന്താ ശക്തിയും ആ പിൻബലവും ആ ക്ഷമയും ആ ഒരു എന്താ പറയുന്നത്, എത്ര കാലം കൊണ്ട് തീർക്കുന്നതാണ് ഇതൊക്കെ. അന്നത്തെ കാലത്ത് ഒന്നുമില്ലാത്തൊരു കാലത്തല്ലേ ഇത് മുഴുവൻ നടത്തി വെച്ചിട്ടുള്ളത്. അല്ലാത്തൊരു ശരിക്കും വേണുഗോപാൽ സാർ, ഞാനത് കണ്ടില്ല. പക്ഷേ എങ്കിൽ ഇത് കണ്ടപ്പോൾ തന്നെ മതിയായി, കണ്ടതുപോലെ വയറ് നിറയാന്ന് പറയില്ലേ. നമുക്ക് മനസ്സിൽ നമ്മൾ ഓരോ പേജും ഇങ്ങനെ കാണുമ്പോൾ, നമ്മളൊരു നല്ല സദ്യ കഴിക്കുന്ന സമയത്ത് അതിന് സ്വാദ് വേണമെങ്കിൽ അത് ഓരോ ഐറ്റവും നമ്മൾ വളരെ സമാധാനത്തോടെ അതിനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദുണ്ടല്ലോ, തിരക്ക് പിടിക്കാതെ. അതുപോലെ ശരിക്കും നല്ല ഗംഭീരമായിരുന്നു. ഇതൊക്കെ നമ്മളൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ലെവലിൽ കാണേണ്ട കാര്യങ്ങളാണ്.
അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഒരു കാഴ്ചപ്പാടിനൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്നൊരു പ്രായമല്ലേ അത്. ആ പ്രായത്തിലാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഇതൊക്കെ കാണേണ്ടതെന്ന് പറയാണ്. നമ്മൾക്ക് ലേറ്റായി പോയി, ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടതും നമ്മൾ പഠിച്ചതുമാണ്. പക്ഷേ എന്ത് രസമായിട്ടാണ് അല്ലേ. വല്ലാത്ത സാറ് അത് വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ലണം അതാണ് ആ ജീവിത രീതി. അതുപോലെ തന്നെ ഓരോ യാത്രയിലും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സാറ് വന്നപ്പോൾ അത് ഞങ്ങളോട് പറയാൻ സാധിച്ചു. അതുകൊണ്ട് മാത്രമല്ലേ, അതിൻ്റെ എല്ലാ ഘടകങ്ങളും മനസ്സിലാക്കി കണ്ട് ഇന്നിപ്പം ഞങ്ങളോടത് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരിൽ കണ്ടൊരു പ്രതീതിയാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഉലഹന്നാൻ സാർ കണ്ടു, അപ്പോൾ അദ്ദേഹവും നോക്കൂ പറയുന്നത് കണ്ടില്ലേ. ആ ഒരു വല്ലാത്ത ഒരു അത്ഭുത ലോകം തന്നെയല്ലേ. ഒരു വലിയൊരു മലകൾ തുരന്നിട്ട് ഇത്തരത്തിലൊക്കെ ഉണ്ടാക്കുന്ന 4 നില ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത് പോലെ എത്ര കാലം കൊണ്ടായിരിക്കും അതൊക്കെ സാധിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് കണ്ടോ നമ്മൾ എന്നിട്ട് നമ്മളെ സംസ്കാരത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോവാണ്. ഇതൊരു വല്ലാത്തൊരു എഞ്ചിനീയറിങ്, ഇത് മാർവലസ് അല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. നോക്കൂ, ആ കാലത്ത് നിന്ന് ആകുമ്പോഴാണ് അതിൻ്റെ രസം. ഇന്നത്തെ കാലത്ത് നമുക്ക് എത്ര നില വേണമെങ്കിലും ഉണ്ടാക്കാലോ. അന്ന് എന്തായിരിക്കും സ്ഥിതി? വെറും ഇരുമ്പും മരക്കഷ്ണവും ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെയല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നാടൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലൊക്കെ ഉണ്ടാക്കുക. പിന്നെ കലാകാരന്മാരെ കണ്ടുവോ നമ്മൾ? ഇന്ന് നമ്മൾ ആരൊക്കെയാണ് ആദരിക്കുന്നത്? ഇവരൊക്കെ ഇവരെയൊക്കെ അടുത്ത് നിൽക്കാൻ യോഗ്യതയുണ്ടോ ഇന്നത്തെ ആളുകൾക്ക് എന്ന് ഞാൻ തോന്നുകയാണ്. ഞാൻ താത്തി പറയുന്നതല്ല, പറയാണ്. കാരണം എന്ത് ഗംഭീരമായിട്ടാണ് ആ ശില്പഭംഗികളും അതൊക്കെ എത്ര കാലം കൊണ്ടായിരിക്കും അല്ലേ. ഗുഹകളെ പറ്റിയുള്ള സാർ നന്നായിട്ട് പറഞ്ഞില്ലേ. അതാണ് ഇപ്പോൾ ഓരോന്നിനും മതമൈത്രി അതാണല്ലേ. അവിടെ സാറ് പറഞ്ഞില്ലേ സുദ്ദി സായിബാബയുടെ, ഇങ്ങനെയുള്ള ആളുകൾ ജീവിച്ചൊരു നാടല്ലേ ഇത്. സത്യം പറയുകയാണെങ്കിൽ നോക്കൂ, അവിടെ പറയുന്ന മതമൈത്രിയാണ്. ഫക്കീർ എന്ന് പറയുന്നു ആര്? മുസ്ലിങ്ങൾ. സന്യാസി എന്ന് പറയുന്നു ഹിന്ദുക്കൾ. അതുപോലെ സദ്ഗുരു എന്ന് പറയുന്നത് മറ്റുള്ളവർ. ഇങ്ങനെ എല്ലാവരും അംഗീകരിച്ച് സ്നേഹത്തോടെ പോയ അതാണ്. അതെ, വല്ലാത്തൊരു ഇത് തന്നെയാണ്. ഓരോന്നും നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അറിയുകയാണ്. അചന്തയായാലും അതും എത്ര ദൂരത്താണ് ഇതൊക്കെ ഉള്ളത്. ഓരോന്നും വലിയ ദൂരെയാണ്. വല്ലാത്തൊരു ഇതെന്താ കണ്ടോ. 1 മുതൽ ബുദ്ധൻ്റെത്, അതേപോലെ തന്നെ ഹിന്ദുക്കളത്, 30 മുതൽ 34 വരെ ജൈൻ സന്യാസിമാരത്, അങ്ങനെ 100 ഗുഹകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. എത്ര ദിവസം നമുക്ക് അവിടെ അതിനുള്ളിൽ ഒരു ദിവസം താമസിക്കാൻ കിട്ടിയാൽ ഉലഹന്നാൻ സാറേ പോവാ നമുക്ക്. വേണുഗോപാൽ സാറേ, നമുക്കൊരു ട്രിപ്പ് അടിക്കുക. നമുക്ക് അവിടെ പോയി സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് ഒരു ദിവസം ഞങ്ങൾക്ക് അതിനാണ് താമസിക്കണം. അവർ പറയുന്ന ഏത് തരത്തിൽ വേണമെങ്കിലും വൃത്തിയോടെ ഞങ്ങൾ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് സാബു സാർ പോയാ നമുക്കൊരിക്കൽ ഒരു ദിവസം നമ്മൾ കുറച്ച് പേര് പോയി അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് വന്നാൽ, ദുബായി പോയിട്ട് വലിയ ബിൽഡിങ്ങുകളും ആളുകളും കാണുന്നതിനേക്കാളല്ലേ എത്രയോ അത് സത്യം. കുറച്ച് നമ്മളെ കുട്ടികളെയും കൂട്ടിയിട്ട് വേണം നമ്മൾ പോവാൻ അല്ലേ. ശരിക്കും എന്തായാലും വളരെ ഭംഗിയായിട്ടാണ് വേണുഗോപാൽ സാർ ഇത് പറഞ്ഞതും കാണുമെന്നുള്ളൊരു ത്വര ഞങ്ങളിലെല്ലാം ഉണ്ടാക്കി. പണ്ടേ ഉണ്ടെങ്കിലും ഇപ്പം ഇത് കണ്ടപ്പോൾ ഒരു നഷ്ടബോധമായിപ്പോയി. ഇത്രയും വയസ്സായിട്ട് ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഒരു നാണക്കേട് തോന്നുന്നു. സത്യം, നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് വളരെ നന്ദി, നമസ്കാരം. ഗംഭീരായിരുന്നു സാറേ, താങ്ക് യു. സാബു സാർ എവിടെ പോയി? നമ്മളെ റോയ് സാർ പറയൂ, അടുത്ത ആളെ ഏറ്റെടുക്കൂ. ജോഷി സാർ. യെസ്, റോയ് സാർ തുടങ്ങിക്കോ. സാബു സാർ എവിടെയോ വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങളാണ് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മള് വായിച്ചു ഒക്കെ അറിഞ്ഞുവെങ്കിലും ഇതൊക്കെ കുറെ അത്ഭുത പ്രതിഭാസങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചെടുത്തതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെന്ന്. കാരണം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഇന്നത്തെ മോഡേൺ സ്റ്റൈലിലുള്ള കൊത്തുപണികളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് തന്നെ അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് നേരിൽ കണ്ട് അതിൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ ആണ് അത് കാണാൻ പറ്റിയ ആൾക്കാരുടെ ഒരു അനുഭൂതിയും എല്ലാം നമുക്കിപ്പോൾ മനസ്സിൽ കാണാൻ പറ്റും. ഇപ്പോൾ വേണുഗോപാൽ സാറും അതുപോലെ തന്നെ ഉലഹന്നാൻ സാറും ഒക്കെ ഇത് പറയുമ്പോൾ നേരത്തെ നമ്മളുടെ സ്വപ്നങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണേണ്ടതാണെന്ന് തോന്നിയിരുന്നു.
പക്ഷെ ഇത് കണ്ടേച്ച് വന്ന് നമ്മളെയൊക്കെ ഒരു കൊതിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ട് തോന്നുക. ഇത് ഏതോ വലിയ ഒരു സംഭവത്തിന് സാക്ഷിയായതുപോലെയൊക്കെ തോന്നുന്ന സാഹചര്യം. ഇപ്പൊ സാറ് പറഞ്ഞ കൂട്ടത്തില് ഈ കൊത്തുപണികളിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോട്ടോകൾ കണ്ടില്ലെങ്കിലും അത് ഉണ്ടാക്കിയ ഈ കെട്ടിടങ്ങൾ ഇപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് പാറയിൽ കൊത്തിയെടുത്തു എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലാണ് അതിനുള്ള ആയുധങ്ങളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നൊക്കെ എന്തുണ്ടായിരുന്നു എന്ന് അറിയാൻ മേലത്തത്. അതുപോലെ തന്നെ ഈ ബുദ്ധനായാലും ഹിന്ദുക്കളായാലും ഹിന്ദു ആയാലും എല്ലാം അവരുടെയും ആ ഒരു കാണാനുള്ള അവസരങ്ങൾ അന്നത്തെ ഭരണകർത്താക്കൾ ഉണ്ടാക്കി എന്ന് പറയുന്നതും വളരെ അത്ഭുതമാണ്. പിന്നെ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു സംവിധാനം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നു എന്ന് പറയുന്നു. അവിടെ കണ്ടു എന്നാ പറഞ്ഞത്. ഫൗണ്ടനും ഇലക്ട്രിസിറ്റിയും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് കഥകളിലൂടെ കേൾക്കുന്നത് പോലെയാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷെ ഇത് കണ്ട് നേരിട്ട് വിശദീകരിക്കുമ്പോൾ ഇത് കാണാൻ പറ്റിയ ആൾക്കാരുടെയും ഒക്കെ അത്ഭുതം തോന്നുന്ന പ്രവർത്തനങ്ങളും ഒക്കെ ഒരു അസൂയാവകമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. ഏതായാലും വളരെ കുറച്ച് സമയം കൊണ്ട് ഇതെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിച്ച വേണുഗോപാൽ സാറിന് വളരെ അഭിനന്ദനങ്ങൾ. ഇത് സാറ് ഇത് എടുത്തു വെച്ച പടങ്ങൾ ഇച്ചിരി ഒന്ന് വലുതായി കണ്ടെങ്കിലോ എന്ന് തോന്നിപ്പോയി. ഏതായാലും സാറ് ഇത് കണ്ടല്ലോ നേരിട്ട് നന്നായിട്ട്, അതിന്റെ ഒരു സുഖം. ഓക്കെ, താങ്ക് യു സർ. റോയ് സാർ കടപ്പുറത്താണല്ലോ ഉള്ളത്. അവിടെ അടുത്ത ആര് ഇന്ന് നമ്മള് സാബു സാർ പോയാ? ജോഷി സാറേ, അതാ ഗോപകുമാർ സാർ. സാബു സാർ വന്നു. ഓക്കെ. പറഞ്ഞോളൂ ഗോകുമാർ സാറേ, എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പോയവരുണ്ടെങ്കിൽ പറയൂ. പോകാൻ ആഗ്രഹിക്കുന്നവർ പറയൂ. ഇത് കണ്ട് ഇൻസ്പയർ ആയവർ പറയൂ. നമ്മള് ആധുനികന്മാർക്ക് നോക്കി ഇന്ന് രസിക്കാൻ അത് അതിശയം കൊള്ളാറേ കഴിയത്തുള്ളൂ. ഇന്ന് പഴയ ചെയ്തികൾ പലതും നോക്കിക്കണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് പോലും, എങ്ങനെ ചെയ്തു എന്ന് പോലും പറയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഇന്നത്തെ ആധുനികന്മാർ. ഇന്ന് അതുകൊണ്ടാണ് അങ്ങനെയാണ്. പിന്നെ നമ്മൾ അവിടെ പോയി ഓരോ സ്ഥലവും കണ്ട പ്രതീതിയിലാണ് സാർ അവതരിപ്പിച്ചത്. അവതരണം നല്ലതായിരുന്നു. അതുകൊണ്ട് ആ അവതരണം നല്ലതായതുകൊണ്ട് നമ്മളവിടെ പോയ പ്രതീതി കിട്ടും. അതുകൊണ്ട് പോകണ്ടായില്ലേ, എനിക്ക് പോകാൻ നോക്കില്ല വേറെ കാര്യം. ആ രീതിയിലാണ്. നല്ല ക്ലാസ്, നല്ല പരിപാടിയായിരുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. നമുക്കൊരു ട്രിപ്പ് അങ്ങോട്ടേക്ക് ഇട്ടാലോ സാർ? വയ്യ, എനിക്ക് വയ്യ, നടക്കാൻ വയ്യ, നടക്കാൻ വയ്യ. അതൊരു പ്രശ്നമാണ്. നടക്കല്ല. ഇവന് പല ഓപ്ഷൻ ഉണ്ട്. വേണുഗോപാൽ സാർ പറഞ്ഞല്ലോ, ഇവിടെ പല്ലക്കും മഞ്ചലും ഒക്കെ ഉള്ളത്. പൈസ കൊടുക്കണം, 2000 രൂപ. എന്നാലും കുഴപ്പമില്ല, അതൊരു സുഖം. നാട്ടിൽ ഇതൊക്കെ നടക്കും. ഒന്ന് കാണാലോ നമുക്ക്. ഓക്കെ, നമുക്കൊന്ന് ആലോചിക്കാം. വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മളെ പോലുള്ള മനുഷ്യർ സർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേണുഗോപാൽ സാറ് ഔറംഗസീബിന്റെ നാട്ടിലൂടെയുള്ള ഒരു യാത്ര എത്ര മനോഹരമായിട്ട് വിവരിച്ചത്. വളരെ ഹൃദയസ്പർശിയായിരുന്നു. പറഞ്ഞതുപോലെ നമുക്ക് കാണാത്തവർക്ക് അത് കണ്ട ഒരു അനുഭവം തന്നെയായിരുന്നു അത്. യാത്രകൾ എന്നും വിസ്മയകരമായ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതൊക്കെ ഇത് ഒരു വിവരണത്തിലൂടെ, ചിത്രത്തിന്റെ സഹായത്തിലൂടെ, ഒരു വിവരണത്തിലൂടെ ഇത് പറഞ്ഞപ്പോ നമുക്കുണ്ടായ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, വേണുഗോപാൽ സാറ് അതുപോലെ തന്നെ ഉദയകണ്ണൻ സാറൊക്കെ അത് നേരിൽ പോയി കണ്ടപ്പോ അവരനുഭവിച്ച ആ ഒരു എക്സ്പീരിയൻസ് എത്ര ആണെന്ന് നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇത് മനുഷ്യർ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം തന്നെ എന്ന് സാറ് പലപ്പോഴും പറയുന്നുണ്ടായി. ഇതൊരു പുരാതന ഇന്ത്യൻ കലയുടെ അതിജീവിക്കുന്ന ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണെന്ന് ചരിത്രം പറയുന്നു. അതുപോലെ തന്നെ ഇത് മധ്യകാലഘട്ടത്തിൽ നിരവധി ചൈനീസ് ബുദ്ധ സഞ്ചാരികളുടെ ഓർമ്മക്കുറിപ്പുകളിലാണ് അജന്ത ഗുഹകൾ പരാമർശിക്കുന്നതായിട്ട് ചരിത്രം പറയുന്നത്. 1819 ഒരു കൊളോണിയൽ ബ്രിട്ടീഷ് ഓഫീസർ ആയിരുന്ന ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് ആകസ്മികമായിട്ട് ഇത് കണ്ടെത്തുകയും അത് പാശ്ചാത്യ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആകൃതിയിലുള്ള മലയിടുക്കിന്റെ പാറക്കെട്ടുകൾ നിറഞ്ഞ വടക്കൻ ഭിത്തിയിലാണ് ഗുഹകൾ എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ദക്ഷിണുള്ളിൽ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്നും ഒക്കെ ഇതിനകത്ത് നമുക്ക് ചരിത്രം വായിച്ചാല് മനോഹരമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1983 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഇതാണ് അജന്ത എല്ലോറ ഗുഹകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ കലയുടെ വികാസത്തില് വലിയ സ്വാധീനം ചെലുത്തിയ ബുദ്ധമത കലയുടെ മാസ്റ്റർ പീസുകളായിട്ടും അജന്ത എല്ലോറ ഗുഹകൾ കണക്കാക്കപ്പെടുന്നു. അതുപോലെ ആദ്യകാല ബുദ്ധ വാസ്തുവിദ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് അജന്ത എല്ലോറ ഗുഹകൾ വികസിച്ചതെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയൊക്കെ ഒരു പൈതൃകം നമുക്കുള്ള ഒരു രാജ്യത്ത് ജീവിക്കാനായത് വളരെയേറെ സന്തോഷം നൽകുന്നു, അഭിമാനകരമാണെന്ന് പറയുന്നു. വേണുഗോപാൽ സാറിനോട് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഇതിന്റെ എത്ര പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയേറെ ഞാൻ നന്ദി പറയുന്നു എല്ലാവരോടും. വേണുഗോപാൽ സാറിനോട്, അതുപോലെ കണ്ണൻ സാറ് പോയി കണ്ട അനുഭവം പങ്കുവച്ചത് എല്ലാം ഞാൻ ഈ ഒരു ക്രിസ്മസ് രാത്രിയില് ആശംസകൾ പങ്കുവച്ചുകൊണ്ട് ഞാൻ അതും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മഞ്ഞണിഞ്ഞ മനോഹരമായ ക്രിസ്മസ് രാവുകളിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വാനവും ഭൂമിയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും വലിയ സന്ദേശവുമായി ക്രിസ്മസ് വരികയായി. ലോകം മുഴുവനും നാഥനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. നന്മയുടെയും സ്നേഹത്തിന്റെയും പുൽനാമ്പുകൾ കൂട്ടിവെച്ച് നമുക്കും ഹൃദയത്തിൽ ഒരു പുൽക്കൂടൊരുക്കാം ഉണ്ണിയേശുവിന്റെ തിരുജന്മത്തിനായി. എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും, ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ ഒരു മാറ്റിനി വെബിനാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുകയാണ്. വേണുഗോപാൽ സാറിന്, അതുപോലെ ജ്യോതികുമാർ സാറിന്, സാബു സാറിന്, റോയ് സാറിന്, ജോർജ് സാറിന് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ നേരെയാണ്. എവിടെയാണാവോ കാണിക്കുന്നത് രംഗം? ഇത് വീടാണോ? ഞങ്ങൾ പള്ളിയിലെ സർവീസ് ഉണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഓ, അവിടെയുള്ളത്. ഓ, അപ്പൊ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം ക്രിസ്മസ് ആശംസകൾ നേരിയ. ശീലാമ്മ പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. സാറേ, നമ്മുടെ ഈ ഗ്രൂപ്പില് രണ്ടുപേരപ്പൊ സ്വർഗത്തിൽ പോയി വരാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു കാഴ്ച. ഇതില് ഉലഹന്നാൻ സാറിനും വേണുഗോപാൽ സാറിനും ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണെന്ന് ഇന്നാണ് മനസ്സിലായത്. അപ്പൊ അത് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ സാറേ. അപ്പൊ ബാക്കിയുള്ള ഞങ്ങളെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണവും അതുപോലെ തന്നെ നമുക്ക് കാണാൻ ആഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു സാറേ. വേണുഗോപാൽ സാർ ഇത് തുടങ്ങുമ്പോൾ ഞാൻ കുറച്ചു സമയം എനിക്ക് കിട്ടിയില്ല. ബാക്കി കിട്ടിയ സമയം കൊണ്ട് തന്നെ ഞാൻ ആകെ ബുദ്ധിമുട്ടിയിരിക്കുക. എങ്ങനെയാ ഇനി ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത്, എപ്പോഴായിരിക്കും ഇതൊക്കെ ഒന്ന് അനുഭവിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു സങ്കടത്തിലാണ് സത്യം പറഞ്ഞാല്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ 5000 വർഷത്തോളം പഴക്കമുണ്ടല്ലേ സാറേ? 1350 വർഷം. 1350 അല്ലേ? പഴക്കം കൂടിയത് 1350 എന്നാ പറയുന്നത്. ആണ് അല്ലേ? അതുപോലെ തന്നെ പിന്നെ 20 രൂപ നോട്ടിലുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഈ എല്ലോറ ഗുഹകൾ ഞാൻ 20 നോട്ടിൽ ഞാൻ ആ പടം എടുത്ത് വായിച്ചതാ. പക്ഷെ സാറ് ചോദിക്കുമ്പോ എനിക്ക് കിട്ടിയില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഇത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ അജന്ത എല്ലോറ എന്ന് പറയാൻ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിച്ചു പോയിട്ടേ ഉള്ളൂ. ഇത്രയും മഹാ അത്ഭുതത്തെ ഇത് ഇത്ര ചെറുതായിട്ടാണല്ലോ അന്നൊക്കെ പഠിച്ചതെന്ന് ഓർത്തിട്ട് അതിന്റെ ഒരു കുറ്റബോധവും ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം തോന്നി സാറേ. ഇത് കാണുക എന്നുള്ളതാണ് ഇനിയത്തെ ലക്ഷ്യം. സാബു സാറ് ഞങ്ങളെയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങളെല്ലാം തയ്യാറാണ്. ബാക്കിയുള്ളവർ അത് നമുക്ക് ഗൈഡായിട്ട് ഉലഹന്നാൻ സാറിനെയും വേണുഗോപാൽ സാറിനെയും കൂടെ കൊണ്ടുപോകാം. ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. അതല്ലേ, ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് പോവാം. യെസ്, അതെ, നമുക്ക് പോകാം സാറേ. മേഡം പറഞ്ഞാ ശരി. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതിന്റെ ഒരു പ്രാധാന്യം അറിയാതെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അതാണ്, ഒട്ടും പ്രാധാന്യം കൊടുത്തില്ല. അതെ അതെ ഒട്ടും. അത് ഇപ്പൊ ഇത് കാണുമ്പോഴേ അതിന്റെ ഒന്നുമില്ല സാറേ. ആ പാറ തോരന്ന് അകത്തേക്ക് ഇറങ്ങി ഇത്രയും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു.
എന്ന് അതെ പറഞ്ഞു. അതെ സാറേ അതേ അതെ ഉള്ളൂ. അതിന്റെ മറ്റേ കുഴപ്പം എന്നാ അറിയാം? പാലക്കാടുണ്ടല്ലോ സാറേ, പാലക്കാട് കുതിരാനില് ആ തുരങ്ക സൃഷ്ടി ഉണ്ടാക്കുമ്പോ ഞാൻ അതുവഴി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയായിരുന്നു എനിക്ക് ജോലി. അപ്പൊ അത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് ഞാൻ അത് കണ്ടിരുന്നത്. കാരണം എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ പാറ തുരന്ന് അപ്പുറത്ത് എത്തുക എന്ന് ഓർത്തു. അത് വെച്ച് അതെ നോക്കുമ്പോ ഇത് ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല സാറേ. അത് അതെ, ഈ ഇന്നത്തെ കാലത്ത് കാലത്ത് നേട്ടം ഇത്രയും ടെക്നോളജി അതാണ്. ആ വികസിച്ചിട്ട് ഇത് വല്ല ദൈവ സൃഷ്ടിയാണോ എന്ന് തന്നെ ചിലപ്പോ തോന്നുന്നു സാറേ. correct. എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു ഇതൊക്കെ അറിയാൻ കഴിഞ്ഞതില്. ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിന് വേണുഗോപാൽ സാറിനോട് വളരെ നന്ദിയുണ്ട്. എല്ലാരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ ക്രിസ്മസ് രാത്രിയിൽ സാറ് ഞങ്ങൾക്ക് നല്ല ഒരു ഗിഫ്റ്റ് ആണ് തന്നത്. താങ്ക് യു സർ. താങ്ക് യു സർ. നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു അഭിമാനം തോന്നുന്ന മുഹൂർത്തം അതെ സമ്മാനിച്ചു. അതെ അതാണ് അതെ സർ. അതെ. ഇത് ശരിക്കും പറഞ്ഞാല് ആർക്കിടെക്ചർ കോഴ്സിനൊക്കെ ചേരുന്ന കുട്ടികളെ ആദ്യം കൊണ്ട് അത് കാണിച്ചിട്ട് വേണം കോളേജിൽ പഠിക്കാൻ വിടേണ്ടത്. എങ്കിലാണ് അവർക്ക് അത് മനസ്സിലാവും. ശരിക്കും ഇപ്പൊ വലിയ എഞ്ചിനീയർ ആണ് മറ്റേ അത് പഠിക്കത്തില്ല. അതൊന്നും ആരും പഠിക്കാൻ സാധ്യതയില്ല സാറേ. കഴിഞ്ഞു വിട്ടു. എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? ഇല്ലല്ലോ. എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ വേണുഗോപാൽ സാർ? ആ ഓക്കെ സാർ, അപ്പൊ താങ്ക് യു വെരി മച്ച്. എല്ലാവരെയും ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പുതുവർഷത്തോടടുക്കുമ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ അസൈൻമെന്റ്സ് ഒക്കെ നമുക്ക് കിട്ടാൻ അത് വളരെ ഗുണപ്രദമാവും. എനിവേ അടുത്ത വർഷമൊക്കെ നമുക്ക് ഇതുപോലെ പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം. അതെ അതെ. സോ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. വീണ്ടും നമുക്ക് നാളെ ക്രിസ്മസ് ദിനത്തിൽ വൈകുന്നേരം കാണാം. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. Nice. Hello. Yes, sir. Good night.